നമസ്കാരം. അപ്പോൾ പാർലമെൻറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ബില്ലുകൾ വരുന്നുണ്ട്. വൺ നേഷൻ വൺ എലക്ഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയിലോട്ട് വന്നതും എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യം പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജ്യസഭ ചെയർമാനെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള ഒരു റിമൂവൽ മോഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വശങ്ങളും അത് നിങ്ങളൊരു എക്സാം പെർസ്പെക്റ്റീവിൽ എങ്ങനെ അതിനെ നോക്കി കാണണം എന്നെല്ലാം ഒന്ന് കാണാം. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനൊരു റിമൂവൽ മോഷൻ ഇപ്പോൾ വന്നു എന്നത് നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. ആൻഡ് അതിനു മുമ്പ് ഇങ്ങനെ ഒരു റിമൂവൽ മോഷൻ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനെ പുറത്താക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിനുള്ള ആദ്യത്തെ ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റെസല്യൂഷനാണ് രാജ്യസഭയിൽ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വായിച്ച് കാണും. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിനു മുമ്പ് സ്പീക്കറെ അല്ലെങ്കിൽ ലോകസഭയുടെ സ്പീക്കറെ പുറത്താക്കാനുള്ള റിമൂവൽ മോഷൻസ് വന്നിട്ടുണ്ട്. ആൻഡ് സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് പറയുവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പീക്കറായ GV മാവലങ്കർ മുതൽ ഹുക്കും സിംഗ് ജംഗർ തുടങ്ങി 3ഓളം സ്പീക്കർമാർക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് കാണും 2020 ഇപ്പോൾ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഇരിക്കുന്ന ഹരിവൻഷിനെതിരെയും ഇതേപോലെ ഒരു ഫാം ബിൽ കോൺട്രവേഴ്സിയുടെ സമയത്ത് എന്തുണ്ടായിരുന്നു, റിമൂവൽ മോഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ആദ്യത്തെ റിമൂവൽ മോഷൻ അല്ല, ഈ ഒരു ടൈപ്പ് ഓഫ് മോഷൻസ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ രാജ്യസഭാ ചെയർമാനെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് ഓഫ് കൈൻഡ് മോഷൻ ആണെന്നുള്ളത് നിങ്ങൾ വായിച്ച് കാണും. സോ അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ എന്തുകൊണ്ട് ഇങ്ങനെ റിമൂവൽ മോഷനുമായിട്ട് ഇപ്പോൾ വരുന്നു, ഓപ്പോസിഷൻ വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അവിടെ അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയെ അട്ടിമറിക്കാൻ വേണ്ടി രാജ്യസഭാ ചെയർമാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാർട്ടീസൺ കണ്ടക്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വൈസ് പ്രസിഡന്റിനെതിരെ, ജഗ്ദീപ് ധൻഖറിനെതിരെ ഇന്ത്യ ബ്ലോക്ക് ഉന്നയിക്കുന്നത്. പല ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളിലും പൊളിറ്റിക്സിൽ ഇൻഡൾജ് ചെയ്യുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ്. എസ്പെഷ്യലി പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഓപ്പോസിഷന് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അത് ഈ പറയുന്ന കർഷക ഇഷ്യൂവിലായാലും മണിപ്പൂർ വയലൻസിൻ്റെ കാര്യത്തിലായാലും ഗൗതം അദാനിയുടെ കാര്യത്തിലായാലും ഒന്നും ഓപ്പോസിഷനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ റൂളിംഗ് പാർട്ടിയെ ഫേവർ ചെയ്യുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ വൈസ് പ്രസിഡൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നു. എസ്പെഷ്യലി സഭ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിഷയം ഉന്നയിക്കാൻ പറ്റുന്ന 267 പോലെയുള്ള രാജ്യസഭ റൂൾസ് ഇൻവോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓപ്പോസിഷൻ കൊണ്ടുവരുന്ന മോഷൻസ് അക്സെപ്റ്റ് ചെയ്യാതെയും അതേസമയം തന്നെ ഭരിക്കുന്ന പാർട്ടി കൊണ്ടുവരുന്ന മോഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇതാദ്യമായാണ് പാർലമെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ എന്ന് ഇതിനു മുമ്പുള്ള വെങ്കയ്യ നായിഡുവിനെ വരെ കോട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിഷൻ ഉന്നയിക്കുകയാണ്. അവിടെയാണ് ഓപ്പോസിഷൻ്റെ തന്നെ കോട്ട് നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ വളരെ വിഷമത്തോടെയാണെങ്കിലും ഇതൊരു നെസസറി സ്റ്റെപ്പാണ് ടു കം വിത്ത് സച്ച് എ മോഷൻ എന്നവർ പറയുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ നിങ്ങൾക്കറിയാം, രാജ്യസഭ ചെയർമാൻ എന്ന ഒരു എക്സ് ഒഫീഷ്യോ പോസ്റ്റ് കൂടെയുള്ള പദവിയാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ളത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിൻ്റെ പണി ചെയ്യുമെങ്കിലും ഒരു മേജർ വർക്ക് എന്നുള്ളത് അല്ലെങ്കിൽ മേജർ ഓഫീസ് എന്നുള്ളത് രാജ്യസഭ ചെയർമാൻ എന്നുള്ളതാണ് ആർക്ക്, വൈസ് പ്രസിഡന്റിന്. അപ്പം വൈസ് പ്രസിഡന്റ് റിമൂവൽ എന്ന് പറയുന്നത് രാജ്യസഭ ചെയർമാൻ്റെ റിമൂവൽ എന്നുള്ളതാണ് നിങ്ങളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 67 ക്ലോസ് ബിയിലാണ് എങ്ങനെയാണ് രാജ്യസഭ ചെയർമാനെ റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. സോ എ വൈസ് പ്രസിഡന്റ് ഓർ നിങ്ങൾക്കറിയാം രാജ്യസഭ ചെയർമാൻ മേ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബൈ എ റെസല്യൂഷൻ of Council of States passed by a majority of all the then members of the Council and agreed by the House of the People. ഈ പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതായത് രാജ്യസഭാ ചെയർമാനെ വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടത് ഒരു റെസല്യൂഷനാണ്. ആ റെസല്യൂഷൻ എന്ത് ചെയ്യണം, രാജ്യസഭയിൽ കൊണ്ടുവരണം. ആൻഡ് ആ പ്രമേയം രാജ്യസഭയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഓൾ ദി ദെൻ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി വേണം. സോ ഓൾ ദി ദെൻ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി വേണം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കും. എന്ത് ഈ ഓൾ ദി ദെൻ മെമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എഫക്റ്റീവ് മെജോറിറ്റി എന്നുള്ളതെല്ലാം കേട്ട് കാണും. രാജ്യസഭയിലെ ടോട്ടൽ ഇപ്പോൾ 245 മെമ്പേഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭയിലെ മെമ്പർഷിപ്പിൽ ആരൊക്കെയാണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആ മെമ്പർഷിപ്പിൽ ഇപ്പോൾ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ ഉണ്ടാവും അല്ലേ. സോ സപ്പോസ് ഒരു 10 സീറ്റ് വേക്കൻ്റ് ആണെന്ന് വിചാരിച്ചോ. ആ ബാക്കിയുള്ള എത്രയാണോ മെമ്പേഴ്സ് അതിൻ്റെ മെജോറിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്, എഫക്റ്റീവ് മെജോറിറ്റി ഓർ മെജോറിറ്റി ഓഫ് ഓൾ ദി ദെൻ മെമ്പേഴ്സ്. സോ ഇതിനെ നിങ്ങൾ അറിയാതെ ഇത് സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത ആൾക്കാരുടെ മെജോറിറ്റിയോ പ്രസൻറ്റ് ആൻഡ് വോട്ട് ചെയ്ത ആൾക്കാരുടെ മെജോറിറ്റിയോ ഓൾ ദി മെമ്പേഴ്സിൻ്റെ മെജോറിറ്റിയോ ഒന്നുമല്ല
വേക്കൻ്റായ സീറ്റുകൾ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എന്താണോ അതിൻ്റെ മെജോറിറ്റിയാണ് എന്ത് ഓൾ ദി ദെൻ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോ, ഇതേ മെജോറിറ്റിയിൽ തന്നെയാണ് ലോക്സഭാ സ്പീക്കറെയും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറെയും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനെയും റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓഫ് ദി കൗൺസിൽ ആൻഡ് എഗ്രീഡ് ബൈ ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ. സോ ലോക്സഭയ്ക്ക് വൈസ് പ്രസിഡന്റ് റിമൂവൽ റോൾ ഉണ്ട്. പക്ഷെ എന്താണ് റോൾ? ആ റെസല്യൂഷൻ ലോക്സഭ അംഗീകരിക്കണം. അപ്പോൾ അംഗീകാരം എന്നുള്ളതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ലോക്സഭ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഇതിനെ പാസ്സാക്കണം. സോ ലോക്സഭയും രാജ്യസഭയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ രാജ്യസഭയിൽ വേണ്ടത് ഓൾ ദി ദെൻ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി ആണെങ്കിൽ ലോക്സഭ എന്ത് ചെയ്താൽ മതി? അംഗീകരിച്ചാൽ മതി. ആൻഡ് വൺ മോർ തിങ്, ബട്ട് നോ റെസൊല്യൂഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ് ഷാൾ ബി മൂവ്ഡ് അൺലെസ് അറ്റ്ലീസ്റ്റ് 14 days ഓഫ് നോട്ടീസ് ഹാസ് ബീൻ ഗിവൺ ടു ദി ഇൻട്രൊഡക്ഷൻ ഫോർ ദി മൂവ് റെസൊല്യൂഷൻ. സോ ഇങ്ങനൊരു റെസൊല്യൂഷൻ മൂവ് ചെയ്യണമെങ്കിൽ തന്നെ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ആൻഡ് ആ നോട്ടീസ് തന്നെ 50 ആളോളം മെമ്പർഷിപ്പ് അതിൽ സൈൻ ചെയ്താൽ മാത്രമേ അത്തരം നോട്ടീസ് കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ തൽക്കാലം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൽ മാത്രം നിൽക്കുന്നു. 14 ദിവസത്തെ പ്രയർ നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വലിയൊരു ചർച്ച. കാരണം ഇനി ഡിസംബർ 20 കൂടി നമ്മുടെ വിൻ്റർ സെഷൻ അവസാനിക്കും. അപ്പോൾ 10 മോഷൻ കൊണ്ടുവന്നാലും 14 ദിവസം എന്നുള്ളൊരു പീരീഡ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ നോട്ടീസ്, ഈ ഒരു മോഷന് തന്നെ വാലിഡിറ്റി ഇല്ലാതാകും എന്നുള്ള ചർച്ചകളും ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടു കാണും. ദെൻ വൺ മോർ ആർട്ടിക്കിൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആർട്ടിക്കിൾ 90 ക്ലോസ് C ആണ്. സോ ഇവിടെ പറയുന്ന മെമ്പർ ഹോൾഡിംഗ് ഓഫീസസ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് മേ ബി റിമൂവ്ഡ്. സോ ഡെപ്യൂട്ടി ചെയർമാൻ അതുപോലെ തന്നെ ചെയർമാൻ രണ്ടുപേരും ഇവിടെ ചെയർമാൻ ഓർ ഡെപ്യൂട്ടി ചെയർമാൻ shall be removed from this office by a resolution of Council of States passed by a majority of all the then members. So vice president removal കുറിച്ച് ആർട്ടിക്കിൾ 67 ക്ലോസ് ബിയിൽ പറഞ്ഞെങ്കിൽ അതേ രാജ്യസഭ, അതേ വൈസ് പ്രസിഡന്റ് തന്നെ വേറൊരു റോൾ, രാജ്യസഭാ ചെയർമാൻ എന്ന റോളുണ്ട്. ആ രാജ്യസഭാ ചെയർമാൻ്റെ റിമൂവലിനെ കുറിച്ച് പറയുന്ന പ്രൊവിഷനാണ് 90 ക്ലോസ് C. ആൻഡ് രണ്ടും സെയിം തന്നെയാണ്, കാരണം രണ്ടും ഒരാൾ തന്നെയാണ്. പ്രൊവൈഡഡ് നോ റെസൊല്യൂഷൻ, 14 ദിവസം നോട്ടീസ് കൊടുക്കാതെ ചെയ്യാൻ പറ്റില്ല. ഒരു ആർട്ടിക്കിളും കൂടെ നിങ്ങളിവിടെ ഓർത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 92 ആണ്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ചെയർമാൻ ഷാൾ നോട്ട് ബി പ്രിസൈഡ് വൈൽ റിമൂവൽ മോഷൻ ഈസ് അണ്ടർ കൺസിഡറേഷൻ. വലിയൊരു ആർട്ടിക്കിളാണ്, ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗം മാത്രം നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്നു. സോ അതായത് നിങ്ങൾക്കറിയാം രാജ്യസഭ ചെയർമാൻ്റെ പണി എന്ന് പറയുന്നത് രാജ്യസഭ പ്രിസൈഡ് ചെയ്യാന്നാണ്, അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറാണ്. സോ അദ്ദേഹത്തിന് റിമൂവൽ മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ബാറാണ് ഇവിടെയുള്ള 92ലുള്ള. ആൻഡ് വൺ മോർ തിങ് 92ൽ സ്പെസിഫൈ ചെയ്യുന്നത്, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ റിമൂവൽ മോഷൻ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത്, കൺസിഡറേഷനിലുള്ള സമയത്ത് അദ്ദേഹത്തിന് വോട്ട് ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വോട്ട് ഏത് സമയത്താണ്? ഇക്വാളിറ്റി ഓഫ് വോട്ട് വരുന്ന സമയത്ത് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ പറ്റും ചെയർമാൻ, ഇവൻ ദോ അദ്ദേഹം ഒരു രാജ്യസഭാ മെമ്പർ അല്ലെങ്കിൽ തന്നെ. സോ അതുകൊണ്ട് കാസ്റ്റിംഗ് വോട്ട് ഇവിടെ അവൈലബിൾ ആവില്ല. ആൻഡ് ഒരു പ്രൊസീഡിങ്ങിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇവൻ ദോ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, ദെൻ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. വൺ മോർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാനുള്ളത് ആർട്ടിക്കിൾ 122 ആണ്. നിങ്ങൾ ചിലപ്പോൾ ഓർത്ത് കാണും. ആർട്ടിക്കിൾ 122 വേർ ഇത്തരം പാർലമെൻ്ററി പ്രൊസീഡിങ്സിൽ കോർട്ടിൻ്റെ ഇടപെടലിനെ ലിമിറ്റ് ചെയ്യുന്നതാണ്. പാർലമെൻ്ററി പ്രൊസീജിയറിൻ്റെ ശരി തെറ്റുകളെ പഠിക്കാൻ വേണ്ടി കോടതിയുടെ ഇടപെടലുകളെ ലിമിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ 122 ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാം. ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതിനെക്കുറിച്ച് ചർച്ചയ്ക്കെടുത്ത സമയത്തുള്ള ഡിബേറ്റുകളിലൂടെ ഒന്ന് കടന്നു പോകുമായിരുന്നു നിങ്ങളോട് ഇത് സംസാരിക്കുന്നതിന് മുമ്പ്. സോ അവിടെ അംബേദ്കർ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വയ്ക്കാം. ഒന്ന്, ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്ന വലിയൊരു ആവശ്യമായിരുന്നു. അതായത് ഈ ഇദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് റിമൂവൽ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒന്ന്, വൈസ് പ്രസിഡന്റ് ഇലക്ഷന് സംസ്ഥാനങ്ങളെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. അത് ആ സമയത്ത് തന്നെ തള്ളി. കാരണം അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് എന്നുള്ളത് അപ്പുറം ഒരു രാജ്യസഭാ ചെയർമാൻ എന്നുള്ളതാണ്. അത്തരം ഒരു പോസ്റ്റിലോട്ട് ഇന്ത്യ മൊത്തം ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല. ആൻഡ് സെക്കൻഡ് തിങ്, റിമൂവ് ചെയ്യുന്ന സമയത്ത് ബ്രൈബറി, കറപ്ഷൻ, അത്തരം കാര്യങ്ങളുടെ പേരിൽ റിമൂവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതായിരുന്നു ആവശ്യം. അവിടെ അംബേദ്കർ പറഞ്ഞ മറുപടി, ഇവിടെ രാജ്യസഭയുടെ കോൺഫിഡൻസോട് കൂടിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്. ആൻഡ് ദാറ്റ് വേർഡ് ഓർ ദാറ്റ് ഫ്രേസ് വാണ്ട് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ വലിയ അർത്ഥമാണ്. അതിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. സോ റിമെമ്പർ വൺ തിങ്, നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞില്ല? വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ട് പറഞ്ഞില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ട് കണ്ടു കാണും. ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ട്സ് കാണും. പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി എന്നെല്ലാം പറഞ്ഞുകൊണ്ട്.
പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി പ്രസിഡന്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ ഒരു ഗ്രൗണ്ടും ഇല്ല. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ ഇത്തരം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും അതിന് ലോക്സഭ അംഗീകരിക്കുകയും ചെയ്താൽ മതി. ആൻഡ് വൺ മോർ തിങ് ആവശ്യം വന്നത്, ഓൾദോ ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്പീക്സ് ഓഫ് പ്രസിഡന്റ്, ഹി റിയലി ഈസ് എ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസീസ്. അംബേദ്കറുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് എന്താണ് ഈ ഒരു പോസ്റ്റ് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉദ്ദേശിച്ചെന്നുള്ളത്. ആൻഡ് ഇൻ അതർ വേർഡ്സ്, സോ ഫാർ ആസ് ഹിസ് ഫങ്ഷൻസ് ആർ കൺസേൺഡ്, ഹി ഈസ് മിയർലി ആൻ ഓപ്പോസിറ്റ് നമ്പർ ഓഫ് ദി സ്പീക്കർ ഓഫ് ദി ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിളിൽ എന്താണോ സ്പീക്കർ ചെയ്യുന്ന റോള് അത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇവിടെയും ഉള്ളത്. സോ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പോസ്റ്റാണ് എന്ത്, ചെയർമാൻ ഓഫ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, അഥവാ രാജ്യസഭ എന്ന് പറയുന്നത്. അദ്ദേഹം വൈസ് പ്രസിഡൻ്റായിട്ട് കൂടെ ആക്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ തിരിച്ചങ്ങനെ പറയുന്നതാണ് കൂടുതൽ നല്ലത്. ചെയർമാൻ വൈസ് പ്രസിഡൻ്റ് റോള് ചെയ്യുന്നു എന്നുള്ളത്. കാരണം കൂടുതൽ പണിയും ചെയർമാൻ്റെ റോളാണ്, സാലറി ചെയർമാൻ്റെ റോളിൽ ഇരിക്കുന്നതാണ്. സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എക്സാം പെർസ്പെക്റ്റീവിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചർച്ച നടക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള ചോദ്യം വരുന്ന പരീക്ഷകളിൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇത് ആവോ ഇല്ലേ, പാസ്സാവോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. കാരണം രാജ്യസഭയിൽ അങ്ങനെ ഒരു മെജോറിറ്റി വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഓൾറെഡി വേക്കൻസി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മെജോറിറ്റി ഇന്ത്യ ബ്ലോക്കിന് ഇല്ല. ഇനി അങ്ങനെ ഒരു മെജോറിറ്റി കിട്ടി എന്ന് വിചാരിക്കുക, ലോക്സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയെടുക്കണം. അവിടെ ഒരു 230 to 40 മെമ്പർഷിപ്പ് കൊണ്ട് അത് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് നടക്കില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതിൽ ഒപ്പുവെക്കാത്ത ഇന്ത്യ ബ്ലോക്കിലെ ആൾക്കാരും ഉണ്ട്. ഈവൻ സോണിയാഗാന്ധിയുടെ എല്ലാ ആബ്സെൻസ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അവർ തന്നെ ഒരുമിച്ചാണോ ഇല്ലേ എന്നുള്ളതെല്ലാം നിൽക്കുന്നു, അല്ലെങ്കിൽ അത് പാസ്സാവോ ഇല്ലേ എന്നുള്ളതിന് ഉത്തരം ഞാൻ ഈ പറഞ്ഞതിലുണ്ട്. എനിവേ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഒപ്പോസിഷൻ്റെ വോയിസ് എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആസ് റൂളിംഗ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ ഡെമോക്രസി ഇന്ത്യയിൽ നന്നാവട്ടെ എന്നുള്ളത് നമുക്ക് കാണാം. ഡെമോക്രസി എല്ലാ സമയത്തും ഇത്തരം സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ ഇത്തരം അടിച്ചമർത്താനുള്ള സ്റ്റെപ്പുകളെല്ലാം മറികടന്നുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇത്തരം മോഷൻസ് എല്ലാം ഫോർ എ ഹെൽത്തി ഡെമോക്രസി നല്ലതാണ്. നമ്മൾ കണ്ടു സൗത്ത് കൊറിയയിൽ അല്ലേ, ഒരു ആർമി റൂള് കൊണ്ടുവരാൻ ശ്രമിച്ച അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്ത് പുറത്ത് കളഞ്ഞു, പാർലമെൻറ്റിൻ്റെ മതിൽ ചാടിക്കടന്നുകൊണ്ട് അവിടുത്തെ പാർലമെൻറ്റേറിയൻസ്. സോ അത്തരം അതിലും വലിയൊരു ഡെമോക്രസിയായി ഇന്ത്യക്ക് ഇതെല്ലാം മറികടക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇന്ത്യക്കായി കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എക്സാം പെർസ്പെക്റ്റീവിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനത്തെയുള്ള കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചാലേ എക്സാം പാസ്സാവുക എന്നുള്ളത് നടക്കത്തുള്ളൂ. എസ്പെഷ്യലി ഡിഗ്രി തല പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ക്രൗഡാണ്, അല്ലെങ്കിൽ ആസ്പിരൻറ്റ് കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ. സോ ഇത്തരം അപ്ഡേറ്റഡ് കാര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബർ 20 സ്റ്റാർട്ട് ചെയ്യുന്ന സെക്രട്ടറി അസിസ്റ്റൻറ്റ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. KS മെൻറ്ററിൻ്റെ. നമുക്ക് ഇവിടെ വെച്ച് കാണാം. സോ ഓൾ ദ ബെസ്റ്റ്.